ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിൽ ആരാധകരെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് കാഴ്ചവെക്കുന്നത്. മുൻകാലങ്ങളിൽ പുലർത്തിയിരുന്ന ആധിപത്യത്തിന്റെ ഒരംശം പോലും നിലവിലെ ഈ ടീമിന് മൈതാനത്ത് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നത് ഏറെ ഖേദകരമാണ്. ഓരോ മത്സരം കഴിയുമ്പോഴും ടീമിന്റെ ഗ്രാഫ് താഴേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ SRHനെതിരെ നടന്ന മത്സരത്തിലും പരാജയം രുചിച്ചതോടെ മുംബൈയുടെ നില കൂടുതൽ പരുങ്ങലാവുകയാണ്. 8 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ടീം 6 തവണയാണ് തോൽവി നേരിട്ടത്. ഈ സീസണിൽ മുംബൈ നേരിടുന്ന ഏറ്റവും മോശം പ്രകടനങ്ങളിൽ ഒന്നായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. കണക്കുകൾ പ്രകാരം കേവലം 2 വിജയങ്ങൾ മാത്രമാണ് മുംബൈയുടെ അക്കൗണ്ടിലുള്ളത്. ഇതവരെ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്തേക്ക് തള്ളിയിടുകയാണ്. അവർക്ക് താഴെ ലക്നൗ സൂപ്പർ ജയൻസ് മാത്രമാണെന്നുള്ളത് ടീമിന്റെ തകർച്ചയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഏറ്റവും താഴെയുള്ള ടീമുകളിലൊന്നായി മുംബൈ മാറിയത് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്ന ഒന്നാണ്. തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ടതോടെ മുംബൈ ഇന്ത്യൻസിന് പ്ലേ ഓഫ് ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. ടീമിന് മേലുള്ള വലിയ പ്രതീക്ഷകൾ ഓരോന്നായി അസ്തമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും ഒരു തിരിച്ചുവരവ് നടത്താൻ സാധ്യമാകുമോ എന്ന കാര്യത്തിൽ കടുത്ത സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വസ്തുനിഷിദ്ധമായി പരിശോധിച്ചാൽ മുംബൈ ഇന്ത്യൻസിന് ഇനിയൊരു മുന്നേറ്റം നടത്താൻ സാധ്യതകൾ വളരെ കുറവാണ്. എന്നിരുന്നാലും ചില ചെറിയ സാധ്യതകൾ ഇപ്പോഴും ടീമിന് ബാക്കിയുണ്ട്. ഈ പ്രതീക്ഷകളുടെ നാരിലാണ് ഇപ്പോൾ ടീമിന്റെ നിലനിൽപ്പ് എന്ന് പറയാം. നിലവിൽ 8 മത്സരങ്ങളിൽ നിന്ന് വെറും 4 പോയിന്റ് മാത്രമാണ് മുംബൈയുടെ സമ്പാദ്യം. ടൂർണമെന്റ് പകുതിയിലധികം മത്സരം കഴിഞ്ഞപ്പോൾ ലഭിച്ച ഈ കുറഞ്ഞ പോയിന്റുകൾ ടീമിനെ സമ്മർദ്ദത്തിലാക്കുന്നു. മറ്റു ടീമുകൾ ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു. അതിനാൽ തന്നെ മുംബൈ നേരിടുന്ന വലിയ വെല്ലുവിളിയാണിത്. ഇനി ആകെ 6 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. ടൂർണമെന്റിലെ ഭാവി നിശ്ചയിക്കുന്ന ഈ മത്സരങ്ങൾ അതിനിർണായകമാണ്. ഈ ഓരോ പോരാട്ടത്തിലും വിജയിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും മുംബൈ ടീമിന് ഇല്ല എന്ന് അവസ്ഥയാണുള്ളത്. ബാക്കിയുള്ള 6 മത്സരങ്ങളിലും മുംബൈ ഇന്ത്യൻസ് വിജയിക്കുകയാണെങ്കിൽ അവർക്ക് പരമാവധി 12 പോയിന്റുകൾ കൂടെ ലഭിക്കും. ഈ അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ 14 ലീഗ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ടീമിന്റെ ആകെ പോയിന്റ് 16 ഉയരും. ജയം അനിവാര്യമായ ഒരു ഘട്ടമാണ് എന്നതിനാൽ തന്നെ 16 പോയിന്റ് ലഭിച്ചാൽ പോലും മുംബൈക്ക് പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ 10 ടീമുകൾ പങ്കെടുക്കുന്ന IPL ഫോർമാറ്റിൽ 16 പോയിന്റോടെ ഒരു ടീമും പ്ലേ ഓഫിൽ സുരക്ഷിതമായ ഇടം പിടിച്ചിട്ടില്ല. അതിനാൽ തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ഇനി ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഒന്നിൽ പോലും പരാജയപ്പെടാതെ മുന്നേറുക മാത്രമാണ് ഏതൊരു ടീമിനും വലിയ വെല്ലുവിളിയാകുന്നത്. പ്രത്യേകിച്ചും മുംബൈയുടെ നിലവിലെ മാനസികാവസ്ഥയും ഫോമും വെച്ച് നോക്കുമ്പോൾ ഓരോ ടീമും അവർക്ക് ഒരു വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ അവരുടെ തട്ടകമായ ചെപ്പോക്കിൽ വെച്ച് മുംബൈക്ക് ഒരു പോരാട്ടം ബാക്കിയുണ്ട്. ഇതിനു പുറമെ പഞ്ചാബ് കിങ്സ്, രാജസ്ഥാൻ റോയൽസ് തുടങ്ങിയ ശക്തരായ ടീമുകളെയും മുംബൈക്ക് നേരിടണം. ഈ പ്രമുഖ ടീമുകളെ അടിയറവ് പറയിക്കുക എന്നത് ചെറിയ കടമ്പയൊന്നുമല്ല. ടീമിന് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസം പതുക്കെ ആരാധകരിലും കുറയുകയാണ്. മുംബൈയുടെ ബാറ്റിംഗ് ബൗളിംഗ് നിരകൾ ഒരേപോലെ പരാജയപ്പെടുന്നത് ആരാധകരെ തളർത്തുകയാണ്. ഒരു ടീമെന്ന നിലയിലുള്ള ഐക്യവും പോരാട്ടവീര്യവും ഇത്തവണ എവിടെയോ നഷ്ടപ്പെട്ടതുപോലെ മാറുകയാണ്. നായകൻ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യക്ക് പോലും ഈ പ്രതിസന്ധിയിൽ നിന്ന് ടീമിനെ കരകയറ്റാൻ കഴിയുന്നില്ല. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി തീരുമാനങ്ങൾ പലപ്പോഴും ടീമിനെ ഗുണകരമാകുന്നില്ല എന്ന വിമർശനം ശക്തമാണ്. ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത് വലിയ തിരിച്ചടിയാണ്. ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ ബാറ്റിംഗ് നിര ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നു. എന്നാൽ ബാറ്റിംഗ് യൂണിറ്റ് പടുത്തുയർത്തിയ ഈ മേൽക്കോയ്മ നിലനിർത്താൻ ബൗളിംഗ് നിരക്ക് സാധിച്ചില്ലായിരുന്നു. ബൗളർമാർ ധാരാളം റണ്ണുകൾ വിട്ടു നൽകിയത് തോൽവിക്കാക്കം കൂട്ടി. പേസർ ജസ്പ്രീത് ബുംറയുടെ മോശം ഫോമാണ് മുംബൈ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി. കൃത്യതയാർന്ന യോർക്കറുകൾ എറിയാൻ പ്രയാസപ്പെടുന്ന ബുംറ സ്ലോ ബോളുകൾ പരീക്ഷിച്ച് കൂടുതൽ റണ്ണുകൾ വഴങ്ങുകയാണ്. അതേപോലെ പവർ പ്ലേകളിൽ വിക്കറ്റുകൾ വീഴ്ത്തുന്നത് ട്രെന്റ് ബോൾട്ടും പരാജയപ്പെടുന്നു. ഇത് ടീമിനെ എല്ലാ അർത്ഥത്തിലും വേട്ടയാടുകയാണ്. കാര്യങ്ങൾ അവസാനത്തേക്ക് അടുക്കുമ്പോൾ ദൈവത്തിന്റെ പോരാളികൾക്ക് പ്ലേ ഓഫ് സ്വപ്നങ്ങൾ കെട്ടിയടക്കപ്പെടുകയാണ്.